എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇന്നലെ കിടന്ന സ്ഥലം കണ്ടായിരുന്നു. നല്ല പുല്ല് മേഞ്ഞ ഒരു 1960കളിലെ കേരളത്തിലെ വീടുകളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലാണ്, ഒരു വീടിൻ്റെ സെറ്റപ്പിലാണ് ഇത് കണ്ട. ആദ്യമേ ഞങ്ങൾ കിടക്കാൻ തീരുമാനിച്ചത് ഇവിടെയാണ്. ഇത് ഇവരുടെ ഉണ്ടല്ലോ ഒരു ഔട്ട് ഹൗസൊക്കെ പോലെ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള ഒരു സൗകര്യം കുറവാണ്. ഭയങ്കര സ്മെല്ലാണ്. ഇവരുടെ വിളയും കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് ഞങ്ങളിത് അവിടെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. ഞാൻ കുറച്ചൊരു ലൈറ്റ് വന്നിട്ട് കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. കണ്ട നിങ്ങൾ ഗ്രാമത്തിൻ്റെ ഏരിയ പ്രദേശങ്ങളൊക്കെ കണ്ട. ഞങ്ങൾക്കൊരു വില്ല പോലെ ഞങ്ങൾക്ക് 2 വില്ല ഇവരങ്ങ് എഴുതി തന്നു. ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ സ്നേഹം നോക്കി ഞങ്ങൾ. ഇതുവരെ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആദ്യം കൃഷിയിടം പോയിട്ട് വരാം. അയ്യോ സെപ്പറേറ്റ് ഇതൊരു കൂട്ടുകുടുംബത്തിൻ്റെ ഏരിയ ആണ് കേട്ടോ. കണ്ടത് കടുകാണ്. ഇവിടെ കടുക് കൃഷിയുണ്ട്, വാഴയുണ്ട്. രാവിലെ മുതൽ ഇഷ്ടം പോലെ ഇവിടെ ആട്, കോഴി, താറാവ് അങ്ങനെ വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നമുക്ക് മേലോട്ട് കയറി നോക്കാം. ഇവരുടെ വീട് പരിസരത്തിൻ്റെയും കാഴ്ചകൾ ആദ്യം കാണാമല്ലോ നമുക്ക്. എണീറ്റോ ഇവരെല്ലാം നേരത്തെ എണീറ്റു. സമയം വന്നിട്ട് 6:30 ആയതേ ഉള്ളേ. കണ്ടോ നിങ്ങൾ ഗ്രാമവഴികളൊക്കെ കണ്ടോ? അടിപൊളി, നല്ല ഭംഗിയില്ല ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ വീട്ടിലോട്ട് കയറുന്ന വഴി ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസാപ്പൂ വെച്ചിട്ട് ഹായ് ഗുഡ് മോർണിംഗ് റോസാപ്പൂ വെച്ച് അലങ്കരിച്ച് വെക്കുവാണ്. അവിടുത്തെ ചേച്ചി എണീറ്റിട്ടുണ്ട് രാവിലെ തന്നെ. ഇവരുണ്ടല്ലോ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ബൈയാണ്. നമ്മൾ ഇന്നലെ കണ്ടില്ല. ഇന്നലെ നമ്മൾ പെർമിഷൻ ചോദിച്ച ഹായ് ടിങ്കൂസ് മോനൂസ്. ഇതിൻ്റെ മുഖം നിങ്ങൾ നോക്കിയാൽ കരടിയുടെ മുഖം പോലെയല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ അവിടെ ഗവൺമെൻറ് ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർ ഈ ഒരു ഏരിയയിലോട്ട് വന്നതാണ്. ഇവരുടെ ഫാമിലി മാത്രമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വീണ്ടും മേലോട്ട് കയറി പോകണം. 18 കിലോമീറ്റർ കൊണ്ടുപോലും അങ്ങോട്ടേക്ക് പോകണം. നിങ്ങൾ വണ്ടിയെല്ലാം നോക്കി, പഴയ വണ്ടി. മുന്നേഷ് പ്രോ രാവിലെ എണീറ്റ് വലിയപ്പൊക്കെ കഴിഞ്ഞോ? പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൾക്കാരില്ലേ, കോണിയാക്ക് എന്ന് പറയുന്ന ട്രൈബിൽ പെടുന്ന ആളുകളാണ് കേട്ടോ. കോണിയാക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കോണിയാക്കാണ് എന്താ പറയുക, ഹെഡ് ഹണ്ടേഴ്സ് എന്നൊക്കെ പറയും. അതായത് തല വെട്ടുന്ന ആളുകൾ ഇവരാണ്. അതായത് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെ ഇപ്പോൾ അല്ല, പണ്ട് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളുടെ തല വെട്ടിക്കൊണ്ടുവന്ന് അത് വീട്ടിൽ പ്രദർശിപ്പിച്ച് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ ഇവർക്ക്. എന്തായാലും നമ്മുടെ തലയുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതെ, ഇവന് വന്നപ്പോൾ മുതൽ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യമല്ല, എന്തൊരു പേടിയാണ്, എന്തോ ഒരു സാധനം. ഈ കാണുന്ന ഇവരുടെ കോഴിക്കോടാണ്. ഇവർക്ക് ഇഷ്ടം പോലെ കോഴിയുണ്ട് കേട്ടോ. ഇത് കോഴിക്കോടാണ്. ഇത് കോഴിക്കോടാണ്. കണ്ട് ഇതിൻ്റെ അകത്തൊരു കോഴി മുട്ടയിടാൻ കണ്ട് കയറിയിട്ടുണ്ട്. മുട്ടയിടാൻ കഴിക്കുന്നുണ്ട്. അതല്ല ഇനി ഉണ്ടല്ലോ നമുക്ക് ഇവരുടെ വീടിൻ്റെ ഉൾഭാഗം കാണാവേ. ഇവരുടെ വീടിൻ്റെ പല്ല് തേക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. വീടിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് കാണാമല്ലോ. അതൊക്കെ നല്ല മുട്ടൻ കോഴികൾ, നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതെവിടെയല്ല ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കച്ചവടമായ കോഴിയാന്ന് തോന്നുന്നു. ഇതാണ് ഇവരുടെ വീടിൻ്റെ ഉൾഭാഗം. ഹായ് ഗുഡ് മോർണിംഗ്. ഇതുണ്ടോ പയ്യനെല്ലാം ഇന്നലെ രാത്രി ഹായ് ബാബു. ഇന്നലെ രാത്രി ലൈറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതാണ് ഇവരുടെ അടുക്കള. ഞാൻ മുമ്പ് കാണിച്ചു തന്നില്ല. ആ ഒരു രീതിയിൽ തന്നെയുള്ള അടുക്കളയാണ്. വലിയൊരു ഹാളാണ്. ഹാളിൻ്റെ ഇവിടെ ചേർന്നിട്ട് അടുക്കള. പോർക്ക് ഹേന തീസി ഉണക്കി തോർ മീറ്റ്. ഓക്കെ, പോർക്കല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ബഫോ അല്ലെങ്കിൽ മിഥുനാണെന്ന് തോന്നുന്നു. ഇതിവിടെ ഉണക്കാനിട്ടിട്ടുണ്ട്. കൊച്ചിനെ ഇറക്കുകയാണ്. ഇവരുടെ അടുക്കള സെറ്റപ്പ് ഒക്കെ കടകൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവർ ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേക്കും ഈ കൂട്ടുകുടുംബത്തിലെല്ലാവരും ഇങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട് സെപ്പറേറ്റ് അപ്പുറേക്കാണ് കേട്ടോ വീടൊക്കെ ഉള്ളത്. ഇതിങ്ങോട്ടേക്കൊക്കെ ഉണ്ട് വീട്. ഇതുണ്ടോ, ഇത് ഇവരുടെ അടുക്കളപ്പുറമാണ്. ഈ കാണുന്നതാണ് അടുക്കള. ഇതാണ് അടുക്കള മെയിനായിട്ട്. പിന്നെ പറഞ്ഞ് ഇതെല്ലാം ഇവർ താമസിക്കുന്ന വീടുകളാണ്. റൂമുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെപ്പറേറ്റാണ് പണി കേട്ടോ. ഇതുണ്ട് ഇവരുടെ അടുക്കളയുടെ പുറത്തെ ഭാഗങ്ങളും. ഞാൻ അടുക്കള പുറം കാണിച്ചു തരാം.
പറമ്പ് കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ പറമ്പ്, കണ്ട. ആ കാണുന്ന അടുത്ത വീടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഗുഡ് മോർണിംഗ് ഇന്നലെ പരിചയപ്പെട്ടായിരുന്നു രാത്രിയിൽ കേട്ടോ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അവരുടെ വീട് ഞാൻ കാണിച്ചു തരും. അത് അവരുടെ കൃഷിയുടെ, അത് ഇവരുടെ കൃഷിയാണെന്ന് നോക്കുകയാണല്ലോ. ഇഷ്ടംപോലെ റോസാ ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഒരു ഇപ്പോൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. നോക്കി, ഈ കാണുന്ന ഈ മഞ്ഞ ഇലയുള്ളതില്ലേ, മുഴുവൻ തേക്കിൻ്റെ കാടാണ് കേട്ടോ, തേക്കും കാട്. ഇതിൻ്റെ മേലെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മുഴുവൻ കോഴികളെല്ലാം ഇതിൻ്റെ പൊക്കത്തായിരുന്നേ. ഇപ്പോൾ ഒന്നിനും കാണാനില്ല, എല്ലാം ഇറങ്ങിപ്പോയി. അയ്യോ, അതവിടെ പണിക്ക് ആൾക്കാർ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് എന്തെല്ലോ കൊത്തുന്നുണ്ട്. അയ്യോ, പണിക്ക് പോയതല്ല, അതെന്താ അത്? പോത്ത്. ഇത് നമുക്ക് താട്ടിറങ്ങി. ഇവിടെ ഒരു താറാവിനെ കണ്ടു നിങ്ങൾ. ഈ താറാവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കുറച്ച് നേരം നടന്നിട്ട് അപ്പം ഇരിക്കും, വീണ്ടും നടക്കും, വീണ്ടും ഇരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ബാ പോലെ ബാ നോക്കണ്ടല്ലോ. മറ്റേ അപ്പൂപ്പൻ്റെ അവിടെ നിന്ന് തൊട്ട് മുമ്പ് കണ്ട അപ്പൂപ്പനില്ല, അപ്പൂപ്പനെ എടുത്തു പോയി. ഇപ്പറ ഇങ്ങോട്ട് ബാ, ഇങ്ങോട്ട് ബാ. ഇപ്പോൾ റോസാപ്പൂ കണ്ണി കൊത്തി കയറിയനെ. ഇതാണ് കേട്ടോ അപ്പൂപ്പൻ്റെ വീട്. ഇവിടെ പട്ടിയുണ്ടോ പോലും. ഇവരുടെ വീടിൻ്റെ ഒരു ഇത് കണ്ടില്ലേ നിങ്ങൾ? തൂണിൻ്റെ മേലെ ഇങ്ങനെ കുത്തി മരത്തിൻ്റെ പലക ആക്കിയിട്ട് കെട്ടി വെച്ചേക്കുന്നത്. ഹായ്, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. പിള്ളേരെല്ലാവർക്കും ഒരു നാണമുണ്ട് കേട്ടോ. ഇത് വേറെ കോഴിക്കോടാണ്. കോഴിക്കോട് കോഴിയുണ്ടോ? ഒരു കോഴി മുട്ടയുടെ ഇട്ടിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ചായ്. ഓക്കെ, ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. യുവർ കിച്ചൺ. ഓക്കെ, ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ. നൈസ്. ഗുഡ് മോർണിംഗ്. അമ്മൂമ്മയുണ്ട് കേട്ടോ ഇവിടെ. യഥാർത്ഥ കറക്റ്റ്. ഹായ്, ഹലോ, ഹായ് ബോലോ. ഹലോ ബോലോ. ഓക്കെ, ഇതാണ് കേട്ടോ ഇവരുടെ ഒരു അടുക്കളയുടെ ഭാഗമേ. ഇവർ രാവിലെ തന്നെ ഇവർ ചോറുണ്ടാക്കുന്നുണ്ട്. ഹായ്, നല്ല ചൂടുണ്ട്. അമ്മൂമ്മയുണ്ട്. താങ്ക് യു കണ്ടില്ലേ? എല്ലാവരും എന്നെ ആദ്യമായിട്ട് കാണുന്നതാണ്. എന്നാലും നമ്മളെ സ്വന്തം വീട്ടിലെ ആൾക്കാരൊക്കെ പോലെ തന്നെ നോക്കുക കേട്ടോ അവർ. ഞാൻ ഇവരോട് കുറച്ച് നേരം വർത്താനം പറയട്ടെ. ഞങ്ങളുടെ ഭാഷയും അവരുടെ ഭാഷയും രണ്ടാണ്. ഞങ്ങൾ ആംഗ്യ ഭാഷകളിൽ സംസാരിക്കട്ടെ. ഇവർക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. ഹായ്. എനിക്കൊരു നല്ലൊരു കട്ടൻ ചായ തന്നിട്ടുണ്ട് കേട്ടോ. കട്ടൻ കാപ്പി തന്നിട്ട്. കട്ടൻ കാപ്പിയല്ല, കട്ടൻ ചായ. എൻ്റെ കുഞ്ഞായിരിക്കുന്നുണ്ട. ഇവൻ വന്നപ്പം മുതൽ എന്നോട് കൂട്ടുകൂടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഭാഷ വ്യത്യസ്തമായതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വളച്ചെടുക്കും. നല്ല ചായ, മധുരമില്ലാത്ത ചായയാണ് കേട്ടോ. ചായ കുടിക്കട്ടെ. ഇവർ വന്ന ചായ എല്ലാം കുടിച്ചത് ഒരു കുഞ്ഞു ബാബ കൂടിയുണ്ട്. ബാബോഷ് ഇപ്പോൾ എണീറ്റുള്ളൂ. ഇവർക്കുണ്ടല്ലോ ടോട്ടല് 5 പിള്ളേരാണ് കേട്ടോ. ഇവിടെയുള്ള ബയ്യ പുറത്തോട്ട് പോയി, ബയ്യനെ കാണുന്നില്ല. ഇത് ബയ്യയുടെ ഭാര്യയാണ് കേട്ടോ. ഭാര്യയും പിന്നെ ഒരു അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, പിന്നെ ബാക്കി 5 കുട്ടികളുണ്ട്. ഓക്കെ കുക്കിംഗ് ഓക്കെ. ഇവരെന്തെല്ലോ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈസ് ചാവൽ, ഹിന്ദി മേ ചാവൽ. ഇവർക്ക് ഹിന്ദി അറിയില്ല കേട്ടോ. ചാവൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ, അമ്മൂമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുക്കട്ടെ കേട്ടോ. പിന്നെ ഇതും ചാവൽ. പാനി പാനിയാണ് കേട്ടോ. ഗരം പാനി. ഗരം പാനി ഹിന്ദി കേട്ടോ. ഗരം പാനിയാണ്. ഓ കറി
സബ്ജി ഓക്കെ, സബ്ജിയാണ്, പയറാണ് കേട്ടോ, പയർ. അച്ഛാ ഓക്കെ, താങ്ക് യു. പിള്ളേർ എന്നോട് ഒളിച്ചോണ്ട് കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം കേട്ടോ. എന്തായാലും നിങ്ങളുണ്ടല്ലോ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ വീട്ടിലിങ്ങനെ പുറത്തുനിന്ന് വരുന്ന സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളെ കയറ്റിയിരുത്തി ചായ എല്ലാം കൊടുക്കും. ഇവരെ കണ്ടുപഠിക്കണം കേട്ടോ നിങ്ങൾ. ബയ്യാ ബൈ 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 ബൈ. ആ ഓക്കെ അച്ഛാ. അപ്പം ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഉണ്ടല്ലോ എന്നോട് പലരില്ല, 1-2 ആളുകൾ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യലുണ്ട് ഇങ്ങനെയൊക്കെ വീട്ടിൽ കയറി പോയിട്ട് അവരോട് ചോദിക്കാണ്ട് അവരോട്. ഇവിടെ നമ്മുടെ ബയ്യ ഉണ്ടായിരുന്നു. ബയ്യാ ഗുഡ് മോർണിംഗ്. ഒരു മിനിറ്റ്, ഞാൻ അത് വന്നിട്ട് പറയാം. ഞാൻ ഇവരെയും കൂടെ ഇത് കണ്ടിട്ട് ബയ്യ അല്ലെങ്കിൽ ബയ്യക്ക് സങ്കടമാവും. കൈസായേ ആപ്പ് ബയ്യക്ക് ഹിന്ദി അറിയാം കേട്ടാ. ഓ ആപ്കാ ഘർ ഹൈ. ഓക്കെ, ഇതാണ് ബയ്യയുടെ വീട് കേട്ടോ. ബയ്യ ഇവിടെ രാവിലെ കുക്കിംഗ് ആണ്, ചാവലും കറിയും കാര്യങ്ങളൊക്കെ കുക്കിംഗ് ആണ്. ഇവിടുത്തെ അടുപ്പും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇത് കുറേ സാധനങ്ങൾ പുകയത്ത് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇനിയിപ്പം ബയ്യനോട് വർത്തമാനം പറയട്ടെ. ഇവരോടൊക്കെ ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് വർത്തമാനം പറയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇവർ കണ്ടുമുട്ടുമെന്ന് തന്നെ അറിഞ്ഞുകൂടാ. ഇവരെയൊക്കെ എങ്ങനെ കാണുമെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെയാണ് രസം, ഇതൊക്കെയാണ് ട്രാവല്. ഹായ് ബോലോ ഭയ്യ. ഹായ് 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 ഹായ്. ആ ഓക്കെ. ഓ ബയ്യനോടും ബൈ പറഞ്ഞ് ഞാൻ അറിഞ്ഞേ. പയ്യൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞു, ഓൾറെഡി കുടിച്ചു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എല്ലാവരും ഭയങ്കര, നമ്മൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുന്നൊക്കെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ്. അവർക്ക് അവരുടെ വീട് കാണിക്കുക, അവരുടെ ഗ്രാമം കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു, പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള വരുന്ന ഒരാൾക്ക് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ നിങ്ങളെ വിളിച്ച് വീടിനകത്തോട്ട് കയറ്റും, ഭക്ഷണം തരും, അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇന്ന് പുറത്തു നിന്ന ആളാണ്, സ്ട്രെയിഞ്ചറാണ്. മെയിനായിട്ട് ഒരാളൊരു വേർഡ് യൂസ് ചെയ്തു, ബംഗാളി. ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ബംഗാളി കയറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുമോ? നമുക്കങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. എന്താ പറയുക, ബംഗാളി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പറയുന്ന രീതി തന്നെ കളിയാക്കുന്ന രീതിയിലാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും, കളിയാക്കുന്ന രീതിയിലാണ്. പക്ഷേ ആ ഒരു ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളെ സ്വീകരിക്കുന്ന ആ ഒരു മനോഭാവം, നമ്മളെ സ്വീകരിക്കുന്ന ആ ഒരു സ്നേഹം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ അവരെയൊക്കെ അങ്ങനെ കാണുവാനേ പാടില്ല. നമ്മളൊക്കെ എത്രയോ അവരുടെ സ്നേഹത്തിനൊക്കെ മുമ്പിൽ നമ്മൾ എത്രയോ താഴെയാണെന്ന് മനസ്സിലാകും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇവിടെയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു വേർതിരിവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു കേരളത്തിലുള്ള ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആ ഇടുങ്ങിയ ചിന്താഗതി, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അല്ല, കേരളത്തിലെ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഓപ്പൺ മൈൻഡായിട്ട് സ്വീകരിക്കുന്നവരാണ്. ടൗൺ ഏരിയകളിൽ ഭയങ്കര തിരക്കുള്ള ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവുമായിരിക്കും. ആ ഒരു ചിന്താഗതിയല്ല നമ്മുടെ ഈ ഒരു ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ കേട്ടോ. അപ്പോൾ അതൊന്നും നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക, ഇതുപോലുള്ള ഗ്രാമങ്ങളിലോട്ടൊക്കെ കയറി ചെല്ലാൻ ശ്രമിക്കുക. ചായ കുടിക്കാൻ വരുന്നത് എന്താ പറയുക, ആളുകളുടെ മനസ്സ്, സ്നേഹം, നിങ്ങൾ ഇവരുടെ സ്നേഹം ശരിക്കും അനുഭവിച്ചറിയാം. എനിക്ക് കിട്ടുന്ന സ്നേഹം, നിങ്ങളെല്ലാം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, ആളുകൾ ഭയങ്കരമായിട്ട് സ്നേഹം ഇടപെടുന്ന രീതിയാണ്, അതുകൊണ്ടാണ് സ്നേഹം കിട്ടുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വന്ന് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അതുപോലെ തന്നെ ഇവിടെയുള്ളവർ സ്വീകരിക്കും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ മനസ്സ് അത്രയ്ക്ക് പ്യുവറാണ്. അവരങ്ങനെ എന്താ പറയുക, മനസ്സിൽ അങ്ങനെ വേറെ മറ്റൊന്നും ചിന്തിച്ച് അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പ്യുവർ ഗ്രാമമാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ ഭദ്രമാണ്. ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന വീടുകളും ഇപ്പോൾ നമ്മുടെ ബയ്യയുടെ ഈ വീടൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജലവൈദ്യുത പദ്ധതി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരുടെ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ക്വാർട്ടേഴ്സ് പോലത്തെ ഒരു സെറ്റപ്പാണ്. എല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്നും രണ്ടാമത്തെ ചായ എനിക്ക് കിട്ടി. അപ്പം ഇന്നലെ രാത്രി നമ്മളെന്താ കഴിച്ചതെന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇന്നലെ രാത്രിയിലെ നമ്മൾ കിടന്ന സ്ഥലവും കഴിച്ചെന്താന്നൊക്കെ ഒന്ന് കണ്ടിട്ട് പോയേ. ഞങ്ങളുണ്ടല്ലോ ഇതാ ഇവരുടെ അടുക്കളേൻ്റെ ഇവിടെയായിട്ട് ടെൻ്റ് അടിച്ചതിൻ്റെ ഉള്ളിലെ. ഇപ്പം നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് വിശദമായ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അതെല്ലാം രാവിലെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞങ്ങളുടെ അത്താഴമാണ്. ഇതുണ്ട ബ്രെഡ് ഉണ്ട്, ജാമുണ്ട്, പഴമുണ്ട്. ഈ മൾട്ടി ജാം എവിടെ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞാൽ? മൾട്ടി ജാമല്ല, ആപ്പിളാണോ? മണാലിയിൽ നിന്ന് വാങ്ങിയ ആപ്പിള്, നാഗാലാൻഡിൽ നിന്ന് വാങ്ങിയ ബ്രെഡ്. ഇത് നാഗാലാൻഡിൽ നിന്നല്ലേ? നാഗാലാൻഡിൽ നിന്ന് കിട്ടുന്ന കണ്ണൂരിൽ നിന്ന് വന്ന സുധി ബ്രോ. ഇങ്ങനെ ഏതൊരു സിനിമയുടെ ഡയലോഗ് ഉണ്ടായിരുന്നില്ല അല്ലേ? എല്ലാരും കൂടി ഒന്നിച്ച് എന്തായാലും അടിപൊളി. അപ്പൊ നമ്മള് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ അതാ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിവിടെയാണ് ടെൻ്റ് അടിച്ചേ.
എന്താ ഇവിടെ അഭിപ്രായപ്പെട്ട ടെൻറ്റ്, ഇവിടെ ഞങ്ങളുടെ ടെൻറ്റ്. ഇതൊരു വീടിൻ്റെ ഉൾഭാഗമാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻറ്റ് ഇല്ലാതെ കിടക്കുന്ന അത്ര സേഫ് അല്ല. കാരണം എന്തുകൊണ്ടോ മണ്ണൊക്കെയാണ്, ചിലപ്പോൾ പാമ്പൊക്കെ വന്ന് കടിച്ചിട്ടുണ്ടോ പണിയാണ്. ഇത് ഇവരുടെ അടുക്കളയാണ് കേട്ടോ. ഈ വീട് ഇപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്യട്ടെ, റെഡി ആവട്ടെ കേട്ടോ. ഇനി നേരെ മുകളിലോട്ട് നമുക്ക് പോകാനുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ബയ്യ, താങ്ക് യു സോ മച്ച്. ഇവരോടെല്ലാം ബൈ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ മോനാണ് ലക്ഷ്യം. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാക്ക് ചെയ്തു. പ്രഭാകരൻ അത് അവിടെ പാക്ക് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഹായ് ബ്രോ, റെഡിയല്ലേ, സെറ്റല്ലേ? അപ്പോൾ നമ്മളിനിയിപ്പോൾ വിട്ടേക്ക് വേണേ. അങ്ങനെ ഒരു ദിവസത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു രാത്രി ഈ ഒരു ഗ്രാമത്തിലുള്ളവർ നമുക്ക് സമ്മാനിച്ചു. ഇനിയിപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഗ്രാമങ്ങളുടെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുകളിലേക്ക് ഞങ്ങൾ യാത്ര തുടരാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു കുട്ടി എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് മുകളിലേക്കുള്ള യാത്രയും ഇൻ ബിറ്റ്വീനുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ. വ്യത്യസ്തമായ കാഴ്ചകളായി അടുത്ത എപ്പിസോഡിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.